ഹൗസോ ഹൗസോ എവറാ എന്റെ മുതലാളി? അവിടെ എങ്ങനെ കാണും? ഇറങ്ങി വാടോ ഹൗസോ. നീയായിരുന്ന എന്താടാ ഒരു പുച്ഛം? എന്തിനടാ പാവം കോഴികളെ പേടിപ്പിക്കണ്? കോഴികളെ മാത്രല്ല അന്നെയും പേടിപ്പിക്കാനാ വന്ന്. വേണ്ടി വന്നാ തീർക്കാനും. എന്താ തീർക്കടാ, തീർക്ക്. അവന്റെ കാശുണ്ടായിരുന്നപ്പോ അവൻ എനിക്ക് തന്ന്, എന്റെ കാശുണ്ടായ ഞാൻ തിരിച്ചു കൊടുക്കും. അത് എവിടുത്തെ മര്യാദയാണോ? എന്റെ മൊലാളിന്റെ അടുത്ത് പൈസ ഇറന്ന് വാങ്ങിയപ്പോ എന്താ പറഞ്ഞ്? ക്രിസ്മസ് ആണ്, 2 ലോഡ് കോഴി ഇറക്കി കഴിഞ്ഞാൽ ഇരട്ടി ലാഭം കിട്ടും, അത് കഴിഞ്ഞാൽ പലിശ അടക്കം തിരിച്ചു തരാന്ന്. എന്നിട്ട് 5 മാസമായി. എന്നിട്ട് ചറ്റവർത്താനം പറയണ പന്നിയെ. കാശ് ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. തരും. എപ്പ തരും? കാശാവുമ്പോ തരും. നീ പോയാ കടൽ കൊള്ളക്കാരനോട് പറഞ്ഞേക്കടാ. കൊളക്കോഴി കൊളക്കോഴി നിങ്ങളെ വാപ്പ. ഓടാ ഓറ്റെന്ന് വേണ അളിഞ്ഞ ചാളി നടന്നവനാ. നീ കൂട്ടിക്കിടക്കണ കോഴീനെ പിടിച്ച് കഴുത്ത് കടിച്ച് ഈ പാട്ടായിട്ട് പിടപ്പിക്കണ പോലെ നിന്റെ വീട്ടിൽ കയറി കൊരക്കിന് പിടിച്ചിട്ട് മൊനമ്മ കിടപ്പുറത്തുകൊണ്ട് കഴുത്തി വെച്ച് പൊട്ടിക്കും ഞാൻ. അറിയൂടാ? മുട്ടിന്റെ ചേട്ടയ്ക്ക് നോക്കി പൊട്ടിക്കും മുതലാളി, പൊട്ടിക്കും. ശരിക്കും പൊട്ടിക്കും. കണ്ട കാശ് ഇപ്പൊ വരും, നീ നോക്കിക്കോ. കാശ് വരും, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ വരൂല. നീയൊക്കെ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. അതെ, ഇത് കണ്ടോ, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആത്മഹത്യാ കുറിപ്പാണിത്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ നീ മാത്രമായിരിക്കും അതിന് ഉത്തരവാദി. എന്റെ ശവം നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കും. ഇന്നടാ ഫോട്ടോ സാറ്റ് കൊണ്ടായി വായിക്കടാ. ഒറിജിനല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ഇത്? മുതലാളി, ഇതാണ് ആത്മഹത്യക്കുറിപ്പ്. ഇയാളെങ്ങനെ ആത്മഹത്യ ചെയ്താ മുതലാളി അകത്താവും. കുബേരക്കുള്ള സമയ. തൽക്കാലം 2 പഞ്ച് ഡയലോഗ് അടിച്ചു കൊടുത്ത് മുങ്ങ. നാളെ 10 മണിക്ക് ഇവൻ വരും, തീർത്തേക്കണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കും. നാളത്തേക്ക് ബാക്കി ഉണ്ടാവോ? മുതലാളി, ഇന്ന് വണ്ടി ഞാൻ ഓടിക്കട്ടെ. സ്റ്റിയറിംഗ് തൊട്ട കൊല്ലും ഞാൻ. ഡോറ് തുറക്കടാ. കോഴിക്കോട് നിന്ന് മീൻ പിടിക്കാൻ വന്ന ബോട്ട് കൊച്ചിയിലെടുത്തപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു കയറാമെന്ന് വിചാരിച്ച ഞാൻ തിരിച്ചു കയറാൻ നോക്കിയപ്പോൾ 10-250 ബോട്ടിൻ്റെ ഇടയിൽ ഞാൻ വന്ന ബോട്ട് ഏതാണെന്ന് മനസ്സിലാവാതെ പകച്ചു നിന്നു. അപ്പം മുതലാളിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡ്രൈവിംഗ് അറിയെങ്കിൽ കൂടെ കുടിക്കുമെന്ന്. അന്ന് മുതൽ മുതലാളിൻ്റെ നിഴല് പോലെ ഞാൻ കൂടെ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റയറിംഗ് ഒന്ന് തൊടാൻ മുതലാളിൻ്റെ അടുത്ത് സമ്മതിച്ചിട്ടുണ്ടോ? അതിനൊക്കെ ഒരു സമയമുണ്ടാ. എനിക്കുണ്ട് മുതലാളി, ഇങ്ങനത്തെ വണ്ടിക്ക് ഓടിക്കാൻ ആഗ്രഹം. ആശയ്ക്ക് ഒരാളെ വേണം ജാക്സാ. എന്താ ഉടായ്പായിട്ട് വരിക? എന്താണ്ടാ പീറ്ററെ, ഇന്ന് ടൂറൊന്നും പോയില്ലേ? ഒരു മുട്ടൻ ടൂറുള്ള പുറപ്പാടിലാണ് ഞങ്ങള്. പിന്നെന്തിനാണ് ഇവിടെ കിടന്ന് വട്ടം ചുറ്റുന്ന പൊക്കൂടെ? പരിഞ്ഞപ്പനെ കാണാമെന്നാണ് പരിഞ്ഞപ്പ. എന്നെ? എഞ്ചിന് ഇത് ബേബി, നമ്മുടെ ദേവസ്യാൻ ലോട്ടറിക്ക് നടത്തണ ബേബിനെ. പിന്നെ എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞ ശനിയാഴ്ചത്തെ കാരുണ്യ ലോട്ടറിയുടെ സമ്മാനേ ഇവനടിച്ചത് 80 ലക്ഷം രൂപ. പേപ്പറിലൊക്കെ ഉണ്ട്. മുതലാളി പേപ്പർ വായിക്കേ. അലക്സാണ്ടർ ഞങ്ങളൊന്ന് സഹായിക്കണം. കാശ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഉപദേശം ചോദിക്കാൻ വന്നാണാ? അതും വേണം, അല്ലാണ്ട് എന്ത്? അതല്ല, ചെറിയൊരു പണി കിട്ടി. പണിയാ? എന്ത് പണി? അലക്സാണ്ടർ എൻ്റെ കടയിലേ ഒരു നേപ്പാളി പണിക്ക് നിൽക്കണ്ടായി. അപ്പൊ അവൻ അർജന്റായിട്ട് നാട്ടിലേക്ക് പോയി. അപ്പൊ ആ തിരക്കിന്റെ ഇടയിൽ അവൻ കൊണ്ടുപോയി പൊതി മാറിപ്പോയി അല്ലേ? ആ പൊതിയിലായിരുന്നു ഇവന് പ്രൈസ് അടിച്ച ലോട്ടറി ഇരിക്കണത്. അത് മേടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകാന്ന് വിചാരിച്ച് നിക്കണത്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? പറഞ്ഞപ്പാ ജസ്റ്റ് അവിടെ തുറന്ന് പോകണം. ഈ പൊതി അവനെ ഏൽപ്പിക്കണം. ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണം. അവന്റെ അച്ഛനെ അമ്മനെ കാണണം. ചോദിക്കുന്നു, ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. എല്ലാം ഓക്കെ, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, പോയിട്ട് വാ. എല്ലാ മംഗളങ്ങളും നേരുന്നു. ശുഭയാത്ര. അതെ. പറഞ്ഞപ്പാ അങ്ങനെയല്ല ചേട്ടാ, കുറച്ച് കാശ് കടന്നു തരണം. നേപ്പാൾ വരെ പോവാനാ. പക്ഷെ വെറുതെ വേണ്ട, പലിശ തരാം. അല്ലെങ്കിൽ അലക്സാണ്ടർ വെറുതെ ആർക്കും കാശ് കൊടുക്കാറില്ല. നല്ല പലിശ മേടിക്കും. പക്ഷെ ഇത് നടക്കൂല. അയ്യോ, അങ്ങനെ പറയല്ലോ പറഞ്ഞപ്പാ. അല്ലെങ്കിൽ ലോട്ടറി അല്ല, ലോട്ടറി കാശ് കിട്ടി ഉടനെ തിരിച്ചു തരാം. എടാ, ഞാനിപ്പോ അങ്ങനെ ആർക്കും കാശ് കടം കൊടുക്കാറില്ല. കച്ചവടക്കാർക്ക് മാത്രം. അത് ഡെയിലി കളക്ഷൻ, റിസ്ക് ഇല്ല. ഇവനും കച്ചവടക്കാരനാണ്. ലോട്ടറി കച്ചവടം. ലോട്ടറി ഒരു കച്ചവടാ. ഇത് ശരിയാകൂലടാ. എനിക്ക് ഇച്ചിരി പിരിവ് കൂടെ ഉണ്ട്. ജാക്സാ, ബുക്ക് എടുത്തോ. ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറടാ. പലിശ എത്ര വേണമെങ്കിലും തരാം. പൈസ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. 80 ലക്ഷം കിട്ടാനുള്ളത്. പറഞ്ഞപ്പാ
പലിശ എത്ര വേണമെങ്കിലും തരാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ അങ്ങോട്ട് പോയിട്ട് നാളെ വരാൻ പറ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഏ അല്ല, മുതലാളി ആലോചിച്ചിട്ട് നാളെ പറയാന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞപ്പാ. അത്രയ്ക്ക് ആവേശം വേണ്ട, ആലോചിക്കാന്നേ പറഞ്ഞുള്ളൂ. ഇന്ത്യയും കൂടി ഒരു സപ്പോർട്ട് വേണ്ടി വരും. വേണോട്ടാ. നടക്കോടാ, നടക്കും. ഇവൻ മുടക്കുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഏയ് എന്താണ് ചെങ്കാറ് കണ്ടിട്ടില്ലേ? നീ എന്താടാ കാണണമെന്ന് പറഞ്ഞത്? വീട്ടിൽ നിന്നിട്ട് അവള് തലക്കുളി തന്നെ ഇല്ലെന്നേ. ഭയങ്കര ഒച്ചപ്പാടുമ്പോ അവള്. എന്തു പറ്റി? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അവളൊന്നും കൊണ്ടുപോയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ നേപ്പാളിൽ പോകുമ്പോഴേ നമ്മുടെ കൂടെ അവളെയും കൊണ്ടുപോയി. അതിനിപ്പ എന്താ, അവളും പറ്റേ. അവക്കൊരു ട്രിപ്പ് ആവൂല. പരിഞ്ഞപ്പനോട് ഇത്തിരി കാശ് കൂടുതൽ ചോദിക്കണം. നമ്മള് പലിശ കൊടുക്കൂലേ? അതൊന്നും ശരിയാവില്ലടാ. ഞാൻ ഒരു കണക്കിന് അവളെ പറഞ്ഞ് സമാനിപ്പിച്ചിട്ടുണ്ട്. അതും ശരിയാ. ഞാൻ അവിടെ എങ്ങനെ പോയി കിടന്ന് പ്രസവിച്ചു കഴിഞ്ഞാ പിന്നെ പൗരത്വം തെളിയിക്കാൻ പാടായിരിക്കൂലേ? അലക്സാണ്ടറിന്റെ കാശ് തരൂ. നീ ഇതേ ഇങ്ങാട് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചേ, എന്നിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും. എല്ലാം നടക്കും. ഞാൻ പുണ്യാളിനോടൊന്ന് സംസാരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാര്യം കാണും. ഞങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയാലോ. അതൊന്നും നടത്തി തന്നെ. അതിപ്പോ എന്ത് അതിക്രമം കാണിച്ചിട്ടാണെങ്കിലും ഓക്കെ അല്ലേ? എന്താണ് അറിഞ്ഞേട്ടാ, കോഴിക്കടയിലോട്ടൊക്കെ ബീഫ് തീർന്നു പോയാ? എന്റെ മോൾ ആൻസിയെ പെണ്ണ് കാണാനായിട്ട് നാളെ ഒരു ടീം വരുന്നുണ്ട്. ചെറുക്കനങ്ങ് നോർത്ത് ഇന്ത്യയിലാണേ. ഇനി ബീഫ് കൊടുത്തിട്ട് ആ പേരിൽ കല്യാണം മുടങ്ങി പോകണ്ട, ചിക്കൻ ആയിക്കോട്ടെ. ഞാൻ എന്റെ വിരോധണ്ടാ? എന്താണ് ജാക്സ? കാശിന്റെ കാര്യം എന്തായിന്ന് അറിയാൻ മുതലാളി പറഞ്ഞോട്ടാ. ഓ, കാശ് കിട്ടുമ്പോ തരുമെന്ന് മുതലാളി പറഞ്ഞല്ലേ? കാശ് കിട്ടിയില്ലേ 2 പഞ്ച് ഡയലോഗ് അടിക്കണമെന്ന് മുതലാളി പറഞ്ഞു. നീ ആ 2 ഡയലോഗ് പഞ്ചായത്ത് പറഞ്ഞിട്ട് പോകാൻ നോക്ക്. തൽക്കാലം ബിസിനസ് നടക്കട്ടെ, പഞ്ച് ഡയലോഗൊക്കെ ഞാൻ അടിച്ചോളാം. അവർ അച്ഛൻ എത്ര കോഴി വേണം? സൈസ് ഒത്തതൊരു 3 എടുത്തോ. പന്നവനെ സൈസ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കറക്റ്റാണ്. എന്ത് കറക്റ്റാണെന്ന് മിണ്ടി പോരുത്. ഞാൻ മിണ്ടിയില്ല അപ്പച്ചാ. അയ്യോ മുതലാളി, 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 മുതലാളി. എടാ, നമ്മുടെ ചൂണ്ടക്കാരൻ സോമൻ പലിശ 100 രൂപ കുറച്ച്. ഞാൻ വിടുവാ. അവന്റെ കൊട്ടക്കായിട്ട് 2 പിലാപ്പി ഇങ്ങോട്ടെടുത്ത്. ഇതിലുണ്ടല്ലോ നല്ല കാന്താരി ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങോട്ട് അരച്ച് പെരട്ടിട്ടുണ്ടല്ലോ, ഉപ്പിലിട്ട് മുക്കി പച്ച വെളിച്ചെണ്ണ വറുത്ത് എടുത്താണ്ടല്ലോ. ഇതിന്റെ പടം കണ്ടാ മതി ചോറുണ്ടാൻ. നിനക്കറിയോ? നന്നായി മുരിച്ച് വറുത്ത് അതിനൊരു ഫോട്ടോ എടുത്ത് കയ്യിൽ വെച്ചോ. ജയിലിൽ ഗോതമ്പുണ്ട കഴിക്കുമ്പോൾ ടച്ചിങ് സൈറ്റ് ഉപയോഗിക്കാം. എന്താണ്ടാ? മുതലാളി ഹൗസോ ഡെഡായി. അപ്പൊ എന്റെ കാശാ? അതും ഡെഡായി. അതല്ല പ്രശ്നം മുതലാളി, അയാൾ ആത്മഹത്യ ചെയ്തതാ. മുതലാളിക്ക് പണിയാവും. എനിക്കെന്ത് പണി? ഇന്നലെ കോഴിക്കടയിൽ തോക്കെടുത്ത് ലൂസിഫർ കളിച്ചപ്പോ അയാൾ ഒരു ലവ് ലെറ്റർ തന്നില്ലേ? ലവ് ലെറ്ററാ? ലവ് ലെറ്റർ അല്ല, ആത്മഹത്യാക്കുറിപ്പ്. അതിന്റെ ഒറിജിനൽ ഇപ്പൊ പോലീസിന് കിട്ടിയിട്ടുണ്ടാവും. പോരാത്തതിന് കുബേരെ മുതലാളിക്ക് ജീവപര്യന്തം ഉറപ്പാ. മുങ്ങണം. ആണോ? അയ്യോ, കോളിംഗ് ബെല്ല്. നീ പോയി നോക്കേ. അത് മുതലാളിക്കുള്ള പോലീസാ. നീ പോയിട്ട് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറ. എവിടെ പോയിന്ന് ചോദിച്ചാല് പുറകടലിൽ പോയെന്ന് പറ. എപ്പോ വരും ചോദിച്ചാ എന്ത് പറയൂ? ചോദിച്ച പോണ വഴിക്ക് നേരത്തെ വിളിക്കുന്നു പറ.